അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 42. സമയം രാവിലെ 6 മണി കഴിഞ്ഞിരിക്കുന്നു. അഗ്നി കുറച്ചു നേരമായി ഉണർന്നിട്ട്. പക്ഷെ അവൻ എഴുന്നേറ്റ് പോവാതെ ജ്വാലയെ തന്നെ നോക്കി കിടക്കുകയാണ്. തന്റെ നെഞ്ചിലേക്ക് ഒട്ടിച്ചേർന്ന് കിടന്നുറങ്ങുന്ന അവളെ കാണവേ അവൻ അവളോട് അടങ്ങാത്ത പ്രണയം തോന്നി. ഇന്നലെ രാത്രി എന്റെ പെണ്ണ് ആദ്യമായി എന്നെ ഉമ്മ വെച്ച് തോർത്ത് കിടന്ന് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. നെഞ്ച് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. അവളെ തന്നെ നോക്കിക്കിടന്ന് ഒരുപാട് വൈകിയ ഒന്ന് കണ്ണടച്ചു തന്നെ. അവൻ അവളുടെ കവിളിൽ സ്നേഹത്തോടെ തലോടി. എന്റെ കുഞ്ഞാ, എനിക്ക് സ്നേഹിക്കാൻ തോന്നിയിട്ട് വെയ്യ പെണ്ണെ നിന്നെ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഒത്തിരി ഒത്തിരി ഉമ്മ തരാൻ തോന്നുന്നു എനിക്ക്. അങ്ങനെ ഒത്തിരി ആഗ്രഹം തോന്നുമ്പോഴാ ഞാൻ നിന്നെ ഇങ്ങനെ ഉമ്മ വെക്കുന്നേ. അത്രയ്ക്ക് ഇഷ്ടാണടി എനിക്ക് നിന്നെ. അവൻ അവളോട് പതിയെ പറഞ്ഞു. അവൾ ഉറക്കത്തിലൊന്ന് പുഞ്ചിരിച്ചു. എന്റെ പൂച്ചക്കുട്ടി, ഇനി ഞാൻ നിന്നെ നോക്കിക്കിടന്നാ ശരിയാവില്ല കേട്ടോ. അഗ്നിയേട്ടൻ, ഓ സോറി, എന്റെ കുറുമ്പിയുടെ ആരവേട്ടൻ ഏട്ടൻ ജോഗിങ്ങിന് പോയിട്ട് വരാട്ടോ. അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവളെ ഒന്നുകൂടി ഒന്ന് നോക്കി ബെഡിൽ നിന്നും ഇറങ്ങാൻ ശ്രമിക്കവേ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവന്റെ നെഞ്ചിടിപ്പ് കൂടി. ജ്വാല അവൻ കിടന്നിരുന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അവളുടെ സ്കേർട്ട് മുകളിലേക്ക് ഉയർന്ന് അവളുടെ നഗ്നമായ കാല് മുഴുവനും അവനു മുന്നിൽ ദൃശ്യമാണ്. ഇപ്പോ ഇങ്ങനൊരു കാഴ്ച പതിവാണെങ്കിൽ പോലും അവൻ അതൊന്നും കാണാനുള്ള ശക്തിയില്ല. എന്നാൽ എത്രയൊക്കെ നോക്കണ്ടെന്ന് കരുതിയിട്ടും അഗ്നിയുടെ കണ്ണുകൾ അവളെ നോക്കിപ്പോയി. അവളുടെ ഇടതുകാലിന്റെ പുറകുവശത്തായി കാണുന്ന ഒരു കറുത്ത മറുക്, അതവൻ ഇപ്പോഴാണ് കാണുന്നത്. അഗ്നി കണ്ണുകൾ വിടർത്തി അതിലേക്ക് നോക്കിയിരുന്നു. അതിലൊന്ന് ചുണ്ടമർത്താൻ തോന്നുന്നുവെന്ന് അവനൊരു പിടപ്പോടെ അറിഞ്ഞു. കണ്ണുകൾ പിന്നെയും മുകളിലേക്ക് പാളിപ്പോകുന്നുണ്ടെന്ന് മനസ്സിലായതും പെട്ടെന്ന് ആ സ്കേർട്ടിൽ പിടിച്ച് അത് താഴേക്ക് വലിച്ച് നേരെ ഇട്ടുകൊടുത്തു. ബ്ലാങ്കറ്റ് എടുത്ത് അവൻ വെപ്രാളത്തോടെ അവളെ പുതപ്പിച്ചു കൊടുത്തു. അത്രയും ചെയ്തപ്പോഴേക്കും തന്നെ അവൻ ആകെ വിയർത്തു പോയിരുന്നു. തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് ബാത്റൂമിലേക്ക് നടന്നു. രാത്രി സ്കേർട്ട് ഇനി ഒട്ടും ശരിയാവില്ല. ബാത്റൂമിൽ നിന്നും മുഖം കഴുകി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ പിറുപിറുത്തു. വീണ്ടും അവളിലേക്ക് നോട്ടം ചെല്ലവേ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ കണ്ട് അവന് വാത്സല്യം തോന്നിയെങ്കിലും കുറച്ചു മുന്നേയുള്ള ദൃശ്യങ്ങൾ അവന് അപ്പോൾ എന്ന പോലെ വീണ്ടും മനസ്സിൽ തെളിഞ്ഞു. ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവൻ ഡോറടച്ച് താഴേക്കിറങ്ങി. ജ്വാലയും അഗ്നിയും മംഗലത്തേക്ക് പോവാൻ റെഡി ആവുകയാണ്. ജ്വാല ഒരു ഗ്രീൻ കളർ ടോപ്പും ഗ്രേ കളർ സ്കേർട്ടുമാണ് വേഷം. അഗ്നി ഇന്നലെ അവൾക്കായി വാങ്ങിച്ച ഡ്രസ്സായിരുന്നു അത്. അവനും അവൾ ഇന്നലെ സെലക്ട് ചെയ്തു കൊടുത്ത പീച്ച് കളർ ഷർട്ടാണ് വേഷം. അവൻ മിററിന് മുന്നിൽ നിന്ന് മുടി സെറ്റാക്കി ജ്വാലയെ തിരിഞ്ഞു നോക്കി. അവൾ മുടിയൊക്കെ കെട്ടി റെഡിയായി നിൽക്കുന്നുണ്ട്. അവൻ ആ വേഷത്തിൽ കണ്ട അവളുടെ മുഖം വല്ലാതെ വിടർന്നു പോയി. അവന് ആ നിറം നന്നായി ചേരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അഗ്നിയുടെ മുഖം ആകെ വീർത്തിരിക്കുകയായിരുന്നു. കണ്ണെന്താ എഴുതാത്ത കുഞ്ഞാ, അതൊന്ന് എഴുതിക്കേ, അവൻ പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി മുഖം വെട്ടിച്ച് അങ്ങനെ തന്നെ ബെഡിൽ പോയിരുന്നു. അഗ്നിയുടെ നെറ്റി ചുളിഞ്ഞു. എന്തു പറ്റി? അവൻ അവൾക്കടുത്തായി വന്നിരുന്നുകൊണ്ട് ചോദിച്ചു. അവള് പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള ഐലൈനർ എടുത്ത് അവന് നേരെ നീട്ടി. അഗ്നി എന്തായെന്ന പോലെ അവളെ നോക്കി. എഴുതിത്താ, ഇന്നലെ എഴുതി തന്നില്ലേ, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നി അത്ഭുതത്തോടെ അവളെ നോക്കി. അവള് തന്നെയാണോ ഇപ്പോൾ തന്നോടിത് പറഞ്ഞതെന്ന് ഒരു വേള അവന് സംശയം തോന്നി. എന്താ കുഞ്ഞ? അവന്റെ സ്വരമൊന്നിടറി. കണ്ണെഴുതി തരാൻ ഇന്നലെ ഞാൻ പറയാതെ എനിക്ക് എഴുതി തന്നില്ലേ? അപ്പോ ഇന്നെന്താ എഴുതി തരാത്തെ? ഇന്നലെ അഭിനയിച്ചതാണോ സ്നേഹമുള്ളതുപോലെ? അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. അഗ്നി അവളുടെ കയ്യിൽ നിന്നും ഐലൈനർ ബോട്ടിൽ വാങ്ങി അവളെ ചിരിയോടെ നോക്കി. ഇന്നലെ ഞാൻ അഭിനയിച്ചതായി തോന്നിയ നിനക്ക്? പറ, അവൻ അവളോട് ചിരിയോടെ ചോദിച്ചു. അറിയില്ല, അവൾ പതർച്ചയോടെ അവനിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് പറഞ്ഞു. ആണോ? എന്നാലേ അറിയണ്ടാട്ടോ. ഇപ്പൊ ഇങ്ങോട്ട് വാ, ഞാൻ എൻ്റെ കുഞ്ഞിനെ ചുന്ദരിയാക്കി തരാം, കുറുമ്പോട് അവളോട് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളെ എടുത്ത് അവന്റെ മടിയിലേക്ക് ഇരുത്തി. ജ്വാല അവനെ അമ്പരപ്പോടെ നോക്കി. അങ്ങനെ ഒരു നീക്കം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവിടെ ഇരിക്കട്ടോ, എന്നാലേ എനിക്ക് നേരെ കണ്ണെഴുതാൻ പറ്റൂ. അവനിൽ കുറുമ്പാണ്. വേണ്ടല്ലോ, ഞാനിവിടെ ഇരിക്കില്ല, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ പിടഞ്ഞു മാറിയതുമില്ല. അഗ്നിയാണെങ്കിൽ അവൾ പറഞ്ഞത് കേട്ടതായി നടിച്ചില്ല. പതിയെ അവളെ അവന്റെ അടുത്തേക്കായി ചായച്ചിരുത്തി അവൻ അവളുടെ കണ്ണുകൾ ഭംഗിയിൽ ഐലൈനർ വെച്ച് വരച്ചു കൊടുത്തു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ നോട്ടവും അവളിൽ തന്നെ ആയിരുന്നു. കണ്ണിങ്ങനെ തുറക്കല്ലേ കുഞ്ഞാ, അതൊന്ന് ഉണങ്ങിക്കോട്ടെ, ഇല്ലെങ്കിൽ ആകെ ബോറാവൂട്ടോ, അവള് കണ്ണ് വിടർത്തി പിടിക്കുന്നത് കണ്ട് അവൻ പറഞ്ഞു. അവള് തലയാട്ടി കണ്ണുകൾ അടച്ചു. അഗ്നി അവളുടെ കണ്ണിനു മുകളിലേക്ക് പതിയെ ഊതി. ആ നിശ്വാസ ചൂടിൽ അവൾ പിടഞ്ഞുകൊണ്ട് കണ്ണൊന്ന് പതിയെ തുറന്നുപോയി. അവൻ അവളുടെ കവിളിൽ മൃദുവായി തലോടി. അവളുടെ നെഞ്ചിടിപ്പ് കൂടി. ഉണങ്ങിട്ടോ? സ്നേഹത്തോടെയാണ് അവൻ പറയുന്നതെങ്കിലും ആ കണ്ണുകളുടെ നോട്ടം താങ്ങാൻ അവൾക്കെന്തോ കഴിയാത്തതുപോലെ.
അവളുടെ കണ്ണുകളുടെ പിടച്ചിൽ ആസ്വദിച്ചുകൊണ്ട് തന്നെ അഗ്നി അവളെ പുഞ്ചിരിയോടെ നോക്കി. സ്നേഹിച്ചു തുടങ്ങിയ കുഞ്ഞാ നീ എന്നെ? അവൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നേ? പിന്നെന്തിനാ ഇപ്പൊ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നേ? ഇതൊക്കെ നീ തനിയെ ചെയ്തിരുന്നതല്ലേ? അവൻ ചിരിയോടെ ചോദിച്ചു. ഇഷ്ടം കൊണ്ടൊന്നല്ല, ഇന്നെങ്ങനെ ആരും ഒരുക്കി തരാറില്ല. അപ്പൊ എനിക്ക് സന്തോഷം കൊണ്ടാ, അല്ലാതെ വേറൊന്നുമില്ല. അവളുടെ ചുണ്ടു കൂർത്തു. ആണോ? അപ്പോ ഇന്നലെ എനിക്ക് ഉമ്മ തന്നതോ? അവൻ ചിരിയോടെ ചോദിച്ചതും ആ ചോദ്യത്തിൽ അവളൊന്ന് പതറി. അത് അത് പിന്നെ എന്തിനാ അതൊക്കെ പറയണേ? അത് നിക്ക് ഞാൻ സന്തോഷം കൊണ്ട് തന്നതാ. ഇന്നലെ അങ്ങനെയൊക്കെ. അവൾക്ക് എന്തു പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ശരീരമാകെ വിറയ്ക്കുന്നു. ആണോ? എന്റെ കുഞ്ഞൻ സന്തോഷം കൊണ്ട് തന്നതാണോടാ? അവൻ അവളുടെ കവിളിൽ പിച്ചി. ഉം അവൾ മൂളി. എന്നാ ഇപ്പോഴൊരു ഉമ്മ തരുവോ? ഇപ്പോഴും കുഞ്ഞിന് സന്തോഷായില്ലേ? അവനൊരു കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. പോയാൽ ഒരു വാക്കല്ലേ, കിട്ടിയാൽ ഒരു ഉമ്മയും. അഗ്നിക്ക് ആകെ ഒരു കള്ള ലക്ഷണം. ജ്വാല അവനെ വാ പൊളിച്ചുകൊണ്ട് നോക്കി. വേണ്ട, അവൾ വിറച്ച സ്വരത്തിൽ പറഞ്ഞു. പ്ലീസ് ഒരുമ്മ താൻ്റെ പൂച്ചക്കുട്ടി, പ്ലീസ്. അവൻ കൊഞ്ചി. എന്റെ കണ്ണ. അവള് മനസ്സിൽ വിളിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അഗ്നി അവളെ പുരികമുയർത്തി നോക്കി. അവൾ അവന്റെ താടിയിൽ കുറുമ്പോടെ പിടിച്ചു വലിച്ചു. ആ എടി വിടടി. അവൻ അവളുടെ കൈ ബലത്തിൽ പിടിച്ചു മാറ്റി അവളെ കൂർത്തൊന്ന് നോക്കി. പറിച്ചെടുത്തോടി നീ എന്റെ താടി. ഹു, അപ്പു പറഞ്ഞ പോലെ യക്ഷി തന്നെയാ നീ. പക്ഷെ രക്തം കുടിക്കുന്നതിന് പകരം ഈ യക്ഷി ഇങ്ങനെ എന്നെ നോവിക്കുന്നതെന്ന് മാത്രം. അവൻ അവന്റെ താടി ഉഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവളുടെ ചുണ്ടിലൊരു ചിരി മിന്നി. എന്നെ യക്ഷിന്ന് വിളിക്കണ്ട കേട്ടോ. അപ്പോ ആരവേട്ടന്റെ ഏട്ടനെ ഞാൻ ഡ്രാക്കുളാന്ന് വിളിക്കും. അവൾ മുഖം വീർപ്പിച്ചു. ആണോ? അവൻ താടി തടവി കുറുമ്പോടെ ചോദിച്ചു. അവൾ മൂളി. ആഹാ, അത്രയ്ക്കായോ? അഗ്നി അവളുടെ വയറിൽ ഇക്കിളിയാക്കി. വേണ്ട കേട്ടോ, എനിക്ക് ഇക്കിളിയാവണോ? അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ അവളുടെ ചിരി കണ്ട് അഗ്നിയുടെ കൈകൾ ആ പെണ്ണിന്റെ ഇടുപ്പിൽ ഒന്നുകൂടി മുറുകുകയാണ് ചെയ്തത്. ജ്വാല ഏങ്ങലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. സോറി, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ. ഇങ്ങനെ ചിരിച്ചും പെടഞ്ഞും നീ എന്നെ ഇങ്ങനെ കൊതിപ്പിക്കുന്നോണ്ടാ. ഒരു നിശ്വാസം പോലെ അഗ്നി ആദ്യമേ പറഞ്ഞു. ജ്വാലയ്ക്ക് എന്താണ് അവൻ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാവും മുന്നേ അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നിരുന്നു. അവളിൽ നിന്നൊരു ശബ്ദമുയർന്നു. പക്ഷേ ആ ശബ്ദം പോലും അവന്റെ നെഞ്ചിന്റെ പിടപ്പ് കൂട്ടുന്നു. അഗ്നിയുടെ മുഖം അവളുടെ തൊണ്ടക്കുഴിയിലും അമർന്നു. ജ്വാല പുറകിലേക്ക് വളഞ്ഞുകൊണ്ട് അവന്റെ തലമുടിയിൽ കൈമുറുക്കി. അവന്റെ ചുണ്ടുകൾ കഴുത്തിലാകെ ഇഴയുമ്പോൾ ശരീരത്തിലെ രോമങ്ങൾ പോലും എഴുന്നേറ്റ് അവനെ സ്വീകരിക്കുന്നു. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. പക്ഷെ പെട്ടെന്ന് അവന്റെ പല്ലുകൾ അവളുടെ കഴുത്തിലമർന്നതും ജ്വാല എരിവ് വലിച്ചുകൊണ്ട് പിടഞ്ഞുപോയി. അഗ്നി ഞെട്ടി. വെപ്രാളത്തോടെ അവളുടെ കഴുത്തിൽ നിന്നും അവൻ മുഖമുയർത്തി. അവളുടെ അടുപ്പത്തോടെ തുടങ്ങുന്ന സംസാരവും കുറുമ്പും എല്ലാം കണ്ട് ഇഷ്ടം കൂടിയപ്പോൾ താൻ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടിയതെന്ന് അഗ്നിക്ക് ഇപ്പോൾ മാത്രമാണ് ബോധം വന്നത്. എന്റെ മഹാദേവ. അവളുടെ മനസ്സിൽ കയറിക്കൂടിയ തന്നെ അവൾ അതുപോലെ തന്നെ ഇറക്കി വിടുമോ എന്നൊരു വെപ്രാളത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാൽ കണ്ണുകളടച്ച് ചുണ്ടുകൾ വിറപ്പിച്ച് തൻ്റെ മടിയിലിരിക്കുന്ന പെണ്ണിനെ അവൻ അത്യധികം പ്രണയത്തോടെയും വിടർന്ന കണ്ണാലെയും നോക്കി. എല്ലാം മാറുകയാണ്. ഒന്ന് ചേർത്ത് പിടിക്കുന്നത് പോലും ഇഷ്ടമല്ലാന്ന് പറഞ്ഞവൾ ഇന്നിതാ തൻ്റെ കൈക്കുള്ളിൽ തന്നെ എതിർക്കാതെ അടങ്ങിക്കിടക്കുന്നു. അഗ്നിക്ക് അവളെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ആരും കാണാതെ ഒളിപ്പിച്ച് വെക്കാൻ തോന്നി. അത്രയും ഇഷ്ടമുള്ള ഒരു പാവക്കുട്ടി പോലൊരു പെണ്ണ്, അതിനിങ്ങനെ ആർക്കും കൊടുക്കാതെ എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ. അഗ്നി അവളുടെ മുഖത്തേക്ക് പതിയെ ഊതി. ജ്വാല കണ്ണുകൾ തുറന്നു. കണ്ണുകളിൽ ആ ഒരുവൻ മാത്രം നിറഞ്ഞുപോയി. അവളുടെ കവിളുകളിൽ ചുവപ്പ് പടർന്നു. കുഞ്ഞാ. അഗ്നി ആർദ്രമായി വിളിച്ചുകൊണ്ട് അവളെ ഒന്നുലച്ച് തൻ്റെ മടിയിലേക്ക് നേരെ ഇരുത്തി. അവൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവന്റെ നെഞ്ചിൽ പതുങ്ങിയിരുന്നു. പിണങ്ങിയോ എൻ്റെ പൂച്ചക്കുട്ടി എന്നോട്? അവൻ സ്നേഹത്തോടെ ചോദിച്ചു. അവള് മറുപടി പറഞ്ഞില്ല. കുഞ്ഞാ, മിണ്ടുമോളെ, അവൻ ആർദ്രമായി വിളിച്ചു. പിണങ്ങിയില്ല. ഏതോ ലോകത്തിൽ നിന്നെന്ന പോലെയുള്ള അവളുടെ മറുപടി എത്തി. അവന്റെ നെഞ്ചിടിപ്പ് കേട്ട് കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഓർത്തിരിപ്പാണ് ജ്വാല. ഈ കുഞ്ഞിപ്പെണ്ണ് എന്തേ ആലോചിക്കുന്നേ? അഗ്നി അവളെ നേരെ പിടിച്ചിരുത്തി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടെങ്ങനെ നോക്കുന്നേ? അവൾ ഒന്നുമില്ല എന്ന പോലെ തലയാട്ടി. സംസാരിക്കില്ലേ? നൊന്തോ എൻ്റെ കുഞ്ഞന്? അവൻ അവളുടെ കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന പാടിൽ തലോടിക്കൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു. അവൾ അപ്പോഴും അവനെ ഒന്ന് നോക്കി. സോറി, ഇങ്ങനെ പറ്റൂന്ന് ഓർത്തില്ല ഞാൻ. ഇവിടെ പാടൊക്കെ വന്നുപോയി. സ്നേഹം കൊണ്ടാ. നോവിക്കാൻ വേണ്ടിയിട്ടൊന്നും കടിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നണോ നിന്റെ ശരീരം അങ്ങനെയാന്ന്. ഒന്ന് തൊടുമ്പോഴേക്കും ചുവന്നു പോന്നു നീ. അഗ്നി അവളുടെ കഴുത്തിലെ പാടിൽ തലോടി ചുവന്നു പോകുന്ന പെണ്ണിനെ പ്രണയത്തോടെ നോക്കി. ജ്വാലയ്ക്ക് അവനോടൊന്നും മിണ്ടല്ലേന്ന് പറയാൻ തോന്നി.
നിങ്ങളുടെ വാക്കുകൾ എന്തുകൊണ്ടാ എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടപ്പ് കൊണ്ട് വരുന്നതെന്ന് ചോദിക്കാൻ തോന്നി. പക്ഷേ നാവ് ഉയർന്നില്ല. എന്തൊരു ഭംഗിയാ എൻ്റെ പെണ്ണിന്. അവൻ അവളുടെ ചുണ്ടിൽ തലോടിയാണ് അത് പറഞ്ഞത്. ജ്വാല അവനെ മിഴിച്ചു നോക്കി. എന്റെ കണ്ണ ഒന്നും മിണ്ടാതായപ്പോഴേക്കും ഇനി ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവെന്നെ? അവള് പെട്ടെന്ന് ചുണ്ടിൽ നിന്ന് അവന്റെ കൈ തട്ടി മാറ്റി. അഗ്നി എന്തായെന്ന പോലെ അവളെ നോക്കി. ഇനിന്റെ ചുണ്ടിലും വയ്ക്കാനല്ലേ? വേണ്ടാട്ടോ. അവൾ അവനെ കപടദേഷ്യത്തോടെ നോക്കി. അഗ്നിയിൽ കുസൃതി മിന്നി. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അവൻ അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. അവള് വീണ്ടും അവന്റെ കൈ തട്ടിമാറ്റി. എനിക്കറിയാപ്പോ അരവേട്ടന്റെ ഏട്ടനെ കുറച്ചൊക്കെ. അവള് ഗൗരവത്തോടെ പറയുമ്പോഴും അവനിൽ ചിരിയാണ്. അറിയണമല്ലോ, അല്ലെങ്കിലും എന്നെ എല്ലാ അർത്ഥത്തിലും അറിയേണ്ടത് നീ തന്നെയല്ലേ? അവൻ വശ്യമായി പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായില്ല. എന്താ? അവൾ കണ്ണു ചുരുക്കി. ഏയ് ഒന്നുമില്ല, അതൊക്കെ സമയാവുമ്പോ ഞാൻ നേരെ പറഞ്ഞുതരാം. ഇപ്പോ നീ മുടി കെട്ടി വെക്കണ്ട കേട്ടോ. ഇങ്ങനെ കെട്ടിവെച്ചാ ഈ കഴുത്തിലെ പാട് എല്ലാരും കാണും. മുടി അഴിച്ചിട്ട് മുന്നിലോട്ടിട്ടോ. അവളോട് കള്ളച്ചിരിയോടെ പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ തലമുടി അഴിച്ചു. പക്ഷേ ജ്വാലയുടെ നോട്ടം ആ നിമിഷം കണ്ണാടിയിലായിരുന്നു. കഴുത്തിൽ വട്ടത്തിൽ തെളിഞ്ഞു കാണുന്ന പാടിലേക്ക് അവളുടെ കൈകൾ വിറയലോടെ പതിച്ചു. അഗ്നി അവളുടെ കവിളിലൊന്ന് ചുംബിച്ചുകൊണ്ട് അവളുടെ കൈ എടുത്തു മാറ്റി മുടി ഒരു വശത്ത് നിന്ന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. ജ്വാല അവനെ നോക്കി കണ്ണുരുട്ടി. ഈ സ്നേഹം കൊണ്ടല്ലേ? നൊന്തു എൻ്റെ കുഞ്ഞന്? അവൻ ഇളിച്ചു. നൊന്തു, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്നാ എന്നെയും കടിച്ചോ, പക്ഷെ ആദ്യം ഒരു കുഞ്ഞുമ്മ തന്നിട്ട്. അവൻ അവന്റെ കവിൾ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു. ജ്വാല ഒന്ന് ആലോചിക്കാൻ കൂടി നിൽക്കാതെ പെട്ടെന്നൊന്ന് ഉയർന്ന് അവന്റെ കവിളിലായി അമർത്തി കടിച്ചു. അഗ്നി കണ്ണുകൾ ഇറുകെ അടച്ചുപോയി. ജ്വാല അവന്റെ കവിളിൽ നിന്നും പല്ലകത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ അടച്ച് ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്ന അവനെ കണ്ട് അവൾ അല്പനേരം അവനെ നോക്കിയിരുന്നു. അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകൾ അവന്റെ കവിളിലായി അമർന്നിരുന്നു. അഗ്നി ഞെട്ടലോടെ കണ്ണുകൾ വെട്ടി തുറന്ന് അവളെ നോക്കി. അവന്റെ നോട്ടം കണ്ടപ്പോഴാണ് താൻ എന്താണ് ചെയ്തതെന്ന ബോധം അവൾക്ക് വന്നത്. അവള് വെപ്രാളത്തോടെ അവന്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ അഗ്നി അവളെ അതിനനുവദിക്കാതെ അവളെ ചുറ്റിപ്പിടിച്ച് അവളുടെ കവിളിൽ അമർത്തിമുത്തി. ജ്വാല അവനെ മിഴിച്ചു നോക്കി. സന്തോഷം കൊണ്ടാ. അഗ്നിയേട്ടന് എൻ്റെ മോൾ എന്തിഷ്ടാന്നറിയോ? അവൻ ആർദ്രമായി അവളോട് ചോദിച്ചു. അവള് മറുപടി പറയാതെ അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാവം എന്തു തന്നെ ആയിരുന്നാലും ആ ഒരു ഭാവം അത് ഈ ഒരുവനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നമുക്ക് പോവാ? അവൾ ആ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പതിയെ ചോദിച്ചു. പോണോ? അവന്റെ ചോദ്യം. അവൾ മൂളി. പോവാ, പക്ഷേ എൻ്റെ കുഞ്ഞൻ വാങ്ങിത്തന്ന ഡ്രസ്സല്ലേ ഞാൻ ഇട്ടേക്കുന്നെ. അതെങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. നന്നായിട്ടുണ്ട്. അവൾ തല താഴ്ത്തി. അഗ്നി ചിരിച്ചു. എന്നാ വാ, നമുക്ക് പോവാ. അവൻ പറഞ്ഞതും അവൾ തലകുലുക്കിക്കൊണ്ട് അവന്റെ മടിയിൽ നിന്നും എഴുന്നേറ്റു. അഗ്നി അവന്റെ വാലറ്റെടുത്ത് പോക്കറ്റിലിട്ടു. വാടാ, അവൻ പറഞ്ഞു. ഞാൻ ചെരുപ്പിട്ടില്ല. ഒരു ഉമ്മ തരുമോ? എന്നാ ഞാനിട്ട് തരാം. അവള് പറഞ്ഞതിന് അഗ്നി കുറുമ്പോടെ ചോദിച്ചു. ജ്വാല അവനെ കൂർപ്പിച്ചെന്ന് നോക്കി. എന്റെ കണ്ണ, ഇതെന്തു മനുഷ്യനാ? പൊക്കോട്ടോ, ഇല്ലാച്ചാ ഞാൻ എല്ലാരോടും പറഞ്ഞു കൊടുക്കും ഈ കുറുമ്പ്. അവൾ കണ്ണുരുട്ടി. അവൻ അവളെ നോക്കി സൈറ്റടിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി. ജ്വാല പതിയെ മിററിന് മുന്നിൽ വന്നു നിന്നു. മുന്നിലേക്ക് എടുത്തിട്ട മുടി മാറ്റി പുറകിലേക്ക് ഇട്ടപ്പോൾ അവൾ കണ്ടു കഴുത്തിൽ തെളിഞ്ഞു കാണുന്ന ചുവന്ന പാട്. കൈകൾ അവയെ തലോടുമ്പോൾ അവളുടെ മുഖം ചുവന്നത് ഇത്തവണ അവളും അറിഞ്ഞിരുന്നു. ചുണ്ടിൽ ആ നിമിഷം വിരിഞ്ഞ ചിരിയുടെ അർത്ഥം നാണമായിരുന്നു. കൗസ്തുഭത്തിൽ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും കണ്ണു നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന ചിത്തൂനെ കണ്ട് ജ്വാലയ്ക്ക് സങ്കടം തോന്നി. ഒടുവിൽ അവരെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ഉമ്മ വെച്ച് പെട്ടെന്ന് വരാമെന്ന് അവൾ അവർക്ക് വാക്കുകൊടുത്തു. കാറിലേക്ക് കയറി എല്ലാവർക്കും നേരെ കൈവീശി കാണിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ഈറനായിരുന്നു. തറവാട്ടിലേക്ക് എത്തും മുന്നേ അഗ്നി ജ്വാലയെ കൂട്ടി ടെക്സ്റ്റൈൽസിൽ കയറി എല്ലാവർക്കും വേണ്ട ഡ്രസ്സ് വാങ്ങിച്ചു. ജ്വാല വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവൻ അതൊന്നും കേട്ടില്ല. അവസാനം ബേക്കറിയിൽ കയറി സാധനങ്ങളും വാങ്ങിയാണ് അവർ മംഗലത്തേക്ക് കാറ് തിരിച്ചത്. തുടരും.